പ്രിയ ദേശനിവാസികളെ, അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നോക്കുവിന്, നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ജനിച്ച നാൾ മുതൽ നമ്മൾ ജീവിച്ചു വരികയാണ്. നമ്മൾ ഓരോരുത്തരും ജനിച്ച മതവിശ്വാസത്തിലും നമ്മൾ ജനിച്ച ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ജനിച്ച് കുഞ്ഞായിട്ട് ശൈശവ ദശയില് ബാല്യ കൗമാര യൗവനങ്ങളൊക്കെ കഴിഞ്ഞ് പലരും വാർദ്ധക്യത്തിലേക്കും വന്നിരിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമുക്ക് എന്ത് സന്തോഷമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഒരുപക്ഷെ എന്നും നമ്മൾ നിരാശാമുഖമായിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. എന്നും നമുക്ക് വേദനയാണ്, എന്നും നമുക്ക് ദുഃഖമാണ്, നിരാശയാണ്, കോപമാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിട്ടുമില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ ജീവിക്കുകയാണ്. ഒരു ദിവസം മരണം വഴിയായിട്ട് നമ്മൾ ഈ തലമുറ നഷ്ടപ്പെട്ടിട്ട് അടുത്ത തലമുറ രാജ്യത്വം പ്രാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിന് ജനിച്ചു, എന്തിന് ജീവിച്ചു, എന്തിന് മരിച്ചു? നമുക്ക് അതിനെപ്പറ്റി ഒരു ഉത്തരമില്ല. തിന്നുക, കുടിക്കുക, നാളെ മരിച്ചു പോകുമല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയം ഇന്നവരെ തിരിഞ്ഞിട്ടുമില്ല. എന്നാൽ നമ്മൾ കേട്ട പാട്ടിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ടും ഈ ഭൂമിയിൽ നമുക്ക് സ്ഥിരമായിരിക്കുന്ന ഒരു വാസമില്ലെന്നും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷം മറ്റൊരു അനുഭവത്തിലേക്ക് പോകുന്നതാണ് എന്നും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതായത് ഈ ഭൂമിയിലെ കഷ്ടം നിറഞ്ഞ 50, 60, 70 അല്ലെങ്കിൽ 100 വർഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചതിന് ശേഷം ഇനിയുമുള്ള ജീവിതത്തിന് അവസാനമില്ല. ഭൂമിയിലുള്ള ജീവിതം ദ്രവിച്ചു പോകുന്നതാണ്, ദ്രവത്വമുള്ളതാണ്. എന്നാൽ മരിച്ചതിന് ശേഷം ദ്രവത്വമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ രണ്ട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും മാറ്റമില്ലാത്ത സന്തോഷത്തിന്റെ മകുടമായിരിക്കുന്ന, സന്തോഷത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗീയ ജീവിതവും, രണ്ട്, ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത, ഒരിക്കലും നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത തീ നിറഞ്ഞ, അഗ്നി പൊയ്കയായിരിക്കുന്ന, തീ പൊയ്കയായിരിക്കുന്ന നരകവിധിയും. രണ്ട് അവസ്ഥകൾ മരിച്ചതിന് ശേഷം നമ്മളെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇത് രണ്ടും ഉറപ്പുള്ള കാര്യമാണ്. ഭൂമിയിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത്, ഇതിലേത് നീ തെരഞ്ഞെടുക്കും? അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ ചെറിയ ജീവിതം കൊണ്ട് അതിന് ശേഷമുള്ള ഈ നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴി തെരഞ്ഞെടുക്കുമോ? അതോ നരകാഗ്നിയിലേക്ക് പോയാൽ മതി എന്നുള്ള വിചാരത്തിൽ പോകുന്ന അനുഭവത്തിൽ പോകുവാൻ നമ്മൾ തീരുമാനമെടുക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീരുമാനിക്കുവാനായിട്ട് ഞങ്ങൾ ഒരു അവസരം ദൈവം മുഖാന്തരം നൽകി തരുന്നത്. ഇതിനെപ്പറ്റി ഞങ്ങൾ അല്പനേരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യമായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ സത്യമാണ്, നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു ദിവസം മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ അതല്ലാതെ മറ്റൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടില്ലല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ഒരു ദിവസം മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ലോകം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ലോകാവസാന ദിവസം എല്ലാ മനുഷ്യരും, മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേക്കുകയും ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവത്തിന് മുമ്പിൽ കണക്ക് തീർക്കുകയും ചെയ്യുന്ന നാളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സർവശക്തിയുള്ള പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് തീർക്കുന്ന നാളില് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ രഹസ്യങ്ങൾക്കും എല്ലാ പാപങ്ങൾക്കും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മൾ അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മയിലാണ് നമ്മൾ ഈ ലോകത്തിൽ മനഃപൂർവ്വം പാപം ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കരുണാമയനായിരിക്കുന്ന ദൈവത്തിന്റെ നമ്മളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം ഞങ്ങൾ അല്പനേരം ഘോഷിക്കുമ്പോൾ, നിങ്ങൾ ഏത് ജാതി മതസ്ഥരായാലും ശരി, നിങ്ങൾ അവനെ അല്പനേരം കേൾക്കണം. കാരണം എന്താണ്? ഞങ്ങളെ ദൈവം അയച്ചെങ്കിൽ ഈ പ്രസംഗത്തിന്റെ കണക്ക് ഞാൻ മരിച്ചതിന് ശേഷം ദൈവത്തിന് മുമ്പിൽ ഞാൻ കൊടുത്തേ പറ്റും. ഞാൻ ഇവിടെ കള്ളം പറയുകയോ നിങ്ങളെ ആരുടെയെങ്കിലും ആ ഇഷ്ടത്തിനൊത്തവണ്ണം പ്രസംഗിക്കുകയോ ചെയ്താല് ഞാൻ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരായിട്ട് തീരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കേണ്ടി വന്നുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് കടന്നു വരുന്ന ഈ സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, നമ്മൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യ മതവിഭാഗങ്ങളോ ഏതുമായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, ജന്മം കൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ശത്രുക്കളാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിന്റെ ശത്രുക്കളായിട്ടാണ് ജനിച്ചത്. അതേ ക്രിസ്തീയ മതവിശ്വാസികളും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെ ദൈവത്തിന്റെ ശത്രുക്കളാണ്. പിന്നെ ആരാണ് ദൈവത്തിന്റെ മിത്രം? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം. ആകിയാല് നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അറിയിയാലും മരിച്ചതിന് ശേഷം ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കണക്ക് കൊടുക്കുന്ന ദിവസം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുള്ളതിനാലും ആരും മതത്തിന്റെ പേരിലോ നിങ്ങളുടെ ഉന്നത പാപം കൊണ്ടോ ഇതിനെ തള്ളിക്കളയില്ല. പ്രിയപ്പെട്ട, ഒരിക്കൽ കൂടെ പറയുന്നു, ഈ ഭൂമിയിൽ അനേക രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കുണ്ട്. നമ്മൾ അവർക്കൊക്കെ വേണ്ടി കൊടി പിടിച്ച് ജയ് വിളിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്. എന്തോതിലും പ്രയോജനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്നേ വരെ നിങ്ങളുടെ ഹൃദയം ദുഃഖിച്ച് കലങ്ങിയിരിക്കുമ്പോഴും, നിന്റെ വീടിന്റെ
വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തകർന്ന ഹൃദയത്തോടുകൂടി ഇരുന്നപ്പോഴ് നീ കൊടി പിടിച്ച് ജയ് വിളിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് അണിയോ നേതാവോ ആരെങ്കിലും വന്ന് നിനക്കൊരു ആശ്വാസവാക്ക് പറയാൻ തന്നോ? കഴിഞ്ഞിട്ടില്ല. നേതാക്കന്മാർ പോലും ആശ്വാസമില്ലാതെ ഉഴലുകയാണ്. നാളെ എന്താണ് സംഭവിക്കുന്നത്? ഇനി ക്രിസ്തീയ മതം ഉൾപ്പെടെ നമ്മുടെ മതപുരോഹിതന്മാരെ ശ്രദ്ധിച്ചുകൊള്ളുവിന്. നിങ്ങൾ തകർന്ന ഹൃദയത്തോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ തകർച്ചയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരങ്ങളിൽ നിരവധിയായിരിക്കുന്ന വിഷമസന്ധിയിൽ കൂടെ നിങ്ങൾ കടന്നുപോയപ്പോൾ ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും പുരോഹിതന്മാരുടെ ഒരു ആശ്വാസവാക്യം കൊണ്ടുവന്നോ? വന്നില്ല പ്രിയപ്പെട്ടവര്. എന്റെ ജീവിതത്തിലും വന്നിട്ടില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ജീവിതത്തിലും വന്നില്ല. നമ്മുടെ മതപുരോഹിതന്മാർ നമ്മുടെ വീട്ടിൽ വരുന്നത് ഉറപ്പായിട്ട് വരുന്നൊരു കാര്യം നമ്മുടെ മരണ ദിവസമാണ്. നമ്മുടെ മരണാന്തര ശേഷക്രിയകൾ ചെയ്യുവാനാണ് ഏത് മതത്തിലായാലും ശരി പുരോഹിതന്മാർ ഉറപ്പായിട്ട് വീട്ടിൽ വരുന്നത്. അവരവരുടെ കൂലിയും വാങ്ങിക്കൊണ്ട് പോകുന്നു. പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആശ്വാസവാക്ക് പറയുവാൻ കഴിയാത്തവന് മരിച്ചതിന് ശേഷം നമ്മളെ സ്വർഗത്തിൽ വിടാൻ വരുന്നുവോ? ഇതൊക്കെ വ്യർത്ഥവും പാഴും ശൂന്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി രാഷ്ട്രീയ നേതാക്കന്മാരും മാത്രമല്ല, നീ അനേക തെരുവുകളിൽ അടി കൊണ്ടിട്ടുണ്ട്. നേതാക്കന്മാർക്ക് വേണ്ടി എന്നാണ് നീ നിന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുമ്പോഴല്ലാതെ ഇവനാരും നിന്റെ വീട്ടിൽ വന്നിട്ടില്ല. നിന്റെ പ്രയാസഘട്ടങ്ങളിൽ ഒരു നേതാവ് നിന്റെ വീട്ടിൽ വന്നിട്ട് മോനെ എന്തുകൊണ്ടാ വിശേഷമെന്ന് ചോദിച്ചിട്ടുമില്ല. വഴിത്തലയ്ക്കൽ അവനെ കണ്ടിട്ട് അവൻ നിന്നെ കണ്ടിട്ടുമില്ല. നീ അവനെ കണ്ടെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഞാൻ ഒരു പാർട്ടിയുമായിട്ടും ബന്ധമുള്ളവനെല്ലാം രാഷ്ട്രീയമായിട്ട് ഒരു ടച്ചുമുള്ളവനുമല്ല. പക്ഷെ ഏതെങ്കിലും നേതാവ് നീ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ വീട്ടിൽ വരുന്നത് അയ്യോ നിനക്ക് അനുശോചനം പറയിക്കുവാനൊന്നുമല്ല. പിന്നെ എന്താണെന്ന് അറിയാമോ? അവന് ആ മരണ വീട്ടില് അനേക വ്യക്തികൾ വന്നുകൂടുമ്പോഴേ അവന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അല്ല നിന്നോട് യാതൊരു സ്നേഹവും അവനില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ കേൾക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ സത്യമല്ലയോ? നിങ്ങൾക്കറിയാൻ സത്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ നേതാവ് ഹിന്ദുക്കളുടേതായിരിക്കുന്ന ഒരു മത പ്രവർത്തനത്തിനകത്ത് ചെന്നാൽ അവർ ഹിന്ദുക്കൾക്ക് വേണ്ടി അവരുടെ അതേപോലെ അവനൊരു ഹിന്ദുവായിട്ട് പ്രസംഗിക്കും. അവനൊരു ക്രിസ്തീയ മതവിശ്വാസത്തിലാണ് ഒരു ഫംഗ്ഷൻ ചെല്ലുന്നെങ്കിൽ അവനൊരു ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കും. ഇസ്ലാം മതത്തിലാണ് ചെല്ലുന്നെങ്കിൽ അവനൊരു ഇസ്ലാമായിട്ട് പ്രസംഗിക്കും. അവനൊരു പെന്തക്കോസ് അനുഭവത്തിലേക്കാണ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ടാണ് വരുന്നെങ്കിൽ അവനൊരു പെന്തക്കോസുകാരനാകും. പ്രിയപ്പെട്ടവരെ, അവൻ യഥാർത്ഥത്തിൽ ആരാണ്? വഞ്ചകനാണ്. അവനെന്താണ്? യഥാർത്ഥമായിട്ടും അവന്റെ രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് അവൻ നാളെ എന്താണ് വോട്ട് നേടി നേതാവാകുക ഉള്ളതിനപ്പുറം പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരപ്പെട്ടവന് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലും പോകാറുമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെയേറെ സംസാരിക്കുന്നുവോ? ഇല്ല. ഞാൻ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചത് ഈ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ ഒരു മനസ്സൊരുക്കം ഉണ്ടാകേണ്ടതിനായിട്ടാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം ചിരിക്കുന്നവരാണ്, തമാശ പറയുന്നവരാണ്, നിങ്ങളൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരാണ്. പുരുഷന്മാരെന്താണ്? തന്റെ അടുത്തോടുകൂടി മറ്റുള്ളവരെ ഗോ വിളിക്കുന്നവരാണ്. മദ്യപിച്ച് നമ്മൾ നിരവധിയായിരിക്കുന്ന വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഏകാന്തതയിൽ നമ്മളെല്ലാം കഠിനമായിരിക്കുന്ന ദുഃഖത്തിൽ കൂടി അല്ലയോ കടന്നു പോകുന്നത്? നമ്മുടെ ഏകാന്തതയിൽ നിങ്ങൾ നിരവധി പേരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടി അല്ലയോ കടന്നു പോകുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികളോട് ചേരുമ്പോൾ നിങ്ങൾ എന്തുമാത്രം കളി തമാശ പറയുന്നു. പക്ഷെ നിങ്ങൾ ഏകയായിട്ട് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലെ ഭാരങ്ങളാണ്, ഭർത്താവിനെ പറ്റിയുള്ള ചിന്തകളാണ്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ്, കടബാധ്യതകളാണ്, രോഗങ്ങളാണ്, മരണഭീതികളാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങളാണ്. ഇങ്ങനെ എല്ലാവരും അനവധിയായിരിക്കുന്ന വിഷയങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ ഒരു വാക്ക് കേൾക്കാൻ നമ്മൾ കൊതിക്കാറുണ്ട്. പക്ഷെ ആര് വന്നു? ഒരു ഭാര്യ വിചാരിക്കാൻ എന്റെ ഭർത്താവിനെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അവന് നിന്റെ വേദന അറിയുന്നത് പോലുമില്ല. ഒരു ഭർത്താവ് കഠിനമായിരിക്കുന്ന നിരാശയിൽ കൂടെ കടന്നു വരുമ്പോൾ ചിന്തിക്കുകയാണ്, എന്റെ ഭാര്യ എന്നോട് ഒരു ആശ്വാസവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇവന്റെ ഹൃദയത്തിന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്രയും പറഞ്ഞ് അവിടെ നിർത്തുന്നു. എന്റെ പേര് വിജയഗോപാൽ. ഞാനും അഹങ്കാരത്തോട് ജീവിച്ച ഒരു നാളുണ്ടായിരുന്നു. 34 വർഷം വരെയും അഹങ്കാരത്തിന്റെ ആ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നുകൊണ്ട് വിരാജിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഉന്നത ഭാവവും നഗള ഹൃദയവും എന്റെ കൂടപ്പിറപ്പായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആശ്വാസം കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രപഞ്ചത്തിന്റെ അങ്ങേപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുമെങ്കിലും സാഹിത്യത്തിന്റെയും തത്വജ്ഞാനത്തിന്റെ ഉന്മാദ ഭാവത്തിൽ ഞാൻ ജീവിച്ചുവെങ്കിലും എന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ ഭൂമിയിൽ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. സാഹിത്യത്തിന് കഴിഞ്ഞില്ല, തത്വജ്ഞാനത്തിന് കഴിഞ്ഞിട്ടില്ല, പിന്നെ മറ്റു വിധമായിരിക്കുന്ന ആ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല, പാരമ്പര്യത്തിന് കഴിഞ്ഞിട്ടില്ല, പിന്നെയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ രാഷ്ട്രീയമായിരിക്കുന്ന ആ പല കാര്യങ്ങൾ ഞാൻ വായിച്ചെങ്കിലും അതിലൊന്നും എന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാസമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രികാലം ഞാൻ മരിക്കണം. ഇന്ന് രാത്രികാലം ഒരു തുണ്ട് കയറിൽ എന്റെ പ്രാണനെ ഒഴുക്കിക്കളയാൻ തീരുമാനിച്ച സന്ധ്യാസമയത്ത് പ്രിയപ്പെട്ടവരെ, കള്ളും കുടിച്ച് മറ്റെന്താണ് ഒരു യാക്കോബായ സഭയിലെ കപ്പിയാരായിട്ട് ജീവിച്ച ഒരു
മനുഷ്യന്. അദ്ദേഹം എന്താണ്, തന്റെ യാക്കോബയ സഭ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് സമാധാനത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ എന്നെ തേടി ആ സന്ധ്യാസമയത്ത് വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വേദന എന്റെ ഭാര്യ അറിയുന്നില്ല, ഭാര്യയുടെ വേദന ഞാനും അറിയുന്നില്ല. ആ സമയത്ത് കിലോമീറ്റർ അകലെ നിന്ന് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നീ ഉള്ളം കൊണ്ട് മരിച്ചാൽ മതിയെന്ന് ആയിട്ടില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം വന്ന് എന്നോട് യേശുക്രിസ്തു ഒരു വചനം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് ഞാനൊന്ന് പറയാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയുമില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രയേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ആവട്ടെ, ഈ വചനം എന്നെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരികയും അന്ന് വരെ എന്നെ ഭയപ്പെടുത്തുന്ന പിതൃപാരമ്പര്യങ്ങളെ വിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരപ്പനെ പോലെ എന്റെ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്ന ഈ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞ ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞു. അവൻ എന്റെ രക്ഷകനും എന്റെ ദൈവവുമായിട്ട് ഞാൻ അംഗീകരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചു. ആർക്ക് വേണ്ടി മരിച്ചു? അന്ന് വരെയും എനിക്ക് അറിയാൻ വയ്യാതിരുന്ന ഒരു സത്യം ഞാൻ ഗ്രഹിച്ചു. ആ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില്, ആ ഗോൽഗോഥ മലമുകളില്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് അനവധി നിരവധിയായിരിക്കുന്ന അടികളേറ്റ് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ വായിലെ തുപ്പലുകളേറ്റ് അവൻ കഠിനമായിരിക്കുന്ന വേദനകളോടെ ക്രൂശിൽ മരിച്ചത് പാപിയായിരുന്ന ഈ വിജയഗോപാൽ എന്ന് പറയുന്ന എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതെന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിട്ട് തീർന്നു. അത്ഭുത പരതന്ത്രനായി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷണത്തിൽ അങ്ങനെയായിട്ട് തീർന്നു. എനിക്ക് വേണ്ടി മറ്റൊരുത്തൻ മരിക്കുകയോ യേശുക്രിസ്തു ദൈവമാണോ എന്നവനെ നിഷേധിച്ച ഈ നാവ് കൊണ്ട് തന്നെ ഈ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനും എന്റെ കർത്താവും ദൈവവുമായിട്ട് ഞാൻ അംഗീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അറിവില്ലായ്മയുടെ നാളുകളെ ക്ഷമിക്കുന്നവനാണ് ദൈവം. ഒരപ്പൻ മകനോട് കരുണ കാണിക്കുന്ന പോലെ നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് ഈ കർത്താവ്. അന്ന് പ്രിയപ്പെട്ടവരെ, എന്റെ കഴിഞ്ഞകാല പാപങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോഴ് ആ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ നാളില് അവന്റെ രക്തം സകല പാപവും ഒക്കെ എന്നെ ശുദ്ധീകരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സമ്പത്ത് തരാൻ പലരും കണ്ടെന്നിരിക്കും, രോഗസൗഖ്യം തരാൻ ഹോസ്പിറ്റലും മരുന്ന് കൊണ്ടെന്നിരിക്കും. നിന്റെ ഹൃദയത്തിന്റെ മുറിവുണക്കുവാൻ ഈ ലോകത്തിൽ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ ഭൂമിയിൽ എന്തിനു കഴിയും പ്രിയപ്പെട്ടവരെ? ആർക്കും കഴിയത്തില്ല. ആ നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ വെച്ച് കെട്ടുവാനും അതിന് സൗഖ്യം നൽകി തരുവാനും കഴിയുന്ന ഏക വ്യക്തി ഈ യേശുക്രിസ്തു മാത്രമാണ്. അവൻ നമ്മുടെ അന്തർഭാഗത്തെ സത്യങ്ങളെ തിരിച്ചറിയുന്നു. അവൻ നമ്മുടെ വിചാരങ്ങളെ തിരിച്ചറിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യനും സമാധാനം വരുത്തില്ല. നീ ക്രിസ്തീയ മതത്തിൽ ജനിച്ചതാണ് സത്യം തന്നെ, പക്ഷെ നീ ക്രിസ്തുവിനെ അറിഞ്ഞില്ല. ഒരുപക്ഷെ നീ ക്രിസ്തീയ മത പുരോഗതിനുമായിരിക്കാം, പക്ഷെ നീ യേശുക്രിസ്തുവിനുള്ള പാപമോചനം നേടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ പാപമാകുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത അനവധി നിരവധിയായിരിക്കുന്ന തെറ്റുകൾ നമ്മൾ ഇന്നും കുറ്റബോധത്തിലേക്ക് കൊണ്ടുവരുന്നില്ലയോ? 15ാമത്തെ വയസ്സിൽ നമ്മൾ ചെയ്ത അരുതാത്ത ഒരു തെറ്റ് നിനക്കിന്ന് 70 വയസ്സായിട്ടും 90 വയസ്സായിട്ടും നിന്നെ വേട്ടയാടുന്നില്ലയോ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമ്പത്തിലേക്ക് നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ ആർക്ക് കഴിയും? എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതിന്റെ ചരിത്രം കൂടെ പറഞ്ഞ് ഞാൻ വേഗം നിർത്താം. യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവാൻ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിലൊരു ലക്ഷ്യമുണ്ട്. നമ്മളെല്ലാവരും മരിക്കത്തില്ല. ഉപദേശിയും മരിക്കും, കേൾവിക്കാരും മരിക്കും. എന്നാൽ മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വീണ്ടും ഈ കല്ലറകളെ വിട്ടോ ദഹിപ്പിച്ച ചാരത്തിൽ നിന്നോ ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടെന്നും അന്ന് ഇതേ രൂപത്തിൽ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പ്രസംഗം നിങ്ങളെ ന്യായം വിധിക്കാതിരിക്കേണ്ടതിന് മരണമുള്ള എല്ലാവരും ഭയത്തോടെ കേട്ടുകൊള്ളുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞു, നിങ്ങളുടെ പുരോഹിതന്മാർ നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പാരമ്പര്യം നിന്നെ സഹായിക്കുകയുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, സർവ്വഭൂമിയും കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നേക്ക് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിരുന്നില്ല. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണ് കൊണ്ടൊരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് രൂപാന്തരം ചെയ്തതല്ല, അവൻ സ്വയമായിട്ട് ഉണ്ടായി വന്നതുമല്ല. ദൈവം തന്റെ അതേ രൂപത്തിൽ സ്വന്തം കൈകൊണ്ട് അവൻ ഈ പൊടിയിൽ നിന്ന് മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി. അതിൽ തന്റെ ശ്വാസമൂതി ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതിൽ നിർത്തി. 6000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട
ഈ ഏകപുരുഷൻ പാപമില്ലാത്തവനും ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിരുന്നുവെങ്കിലും അവനിൽ നിന്ന് തന്നെ ദൈവം ഭാര്യയെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സന്താന പുഷ്ടരായിട്ട് നിങ്ങൾ ഭൂമി നിറയണം, ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും നിലത്തെഴുന്ന എല്ലാ ഉലക ജാതികളുടെ മേലും നിങ്ങൾ വാഴണം എന്നെല്ലാം. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ചെല്ലാം വിശദീകരിക്കാൻ പോയാൽ സന്ധ്യയായാലും പ്രസംഗം തീരത്തില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ബൈബിൾ വായിച്ച് സത്യം കണ്ടെത്തിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ ഏകപുരുഷൻ വിശുദ്ധനായിരുന്നവൻ, അവൻ പാപം ചെയ്ത് സാത്താന്റെ ഇഷ്ടം ചെയ്ത് പാപം ചെയ്ത് അവൻ ദൈവത്തിന്റെ പിതൃത്വത്തെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താന്റെ സന്തതിയും പാപിയും ദൈവത്തിന്റെ ശത്രുവുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. അവൻ വെളിച്ചമായിരുന്നവൻ ഇരുട്ടായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന ഏക പുരുഷന്റെ രക്തത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ച പ്രിയപ്പെട്ട. അത് ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, മുസ്ലിം ആയാലും ശരി, ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, വൈശ്യനായാലും ശരി, ശൂദ്രനായാലും ശരി, മാർത്തോമയോ യാക്കോബയോ ആരും ആയിക്കോട്ടെ, എല്ലാ മുസ്ലിം സഹോദരന്മാരെ ആയിക്കോട്ടെ, എല്ലാവരുടെയും അപ്പൻ ആദമാണ്. ആദം ഇപ്പോൾ പാപിയാണ്, ദൈവത്തിന്റെ ശത്രുവാണ്, സാത്താന്റെ സന്തതിയാണ്. അങ്ങനെ സർവ്വഭൂമിയും സാത്താന്റെ അധികാരത്തിലേക്ക് വന്നു. ഈ ഭൂമി വാഴുന്നത് ദൈവമല്ല, സാത്താനാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിങ്ങളൊരു നീതി പ്രതീക്ഷിക്കില്ല. ഭരണാധികാരികളിൽ നിന്നും ന്യായമായിരിക്കും നീതി നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല. എല്ലാത്തിനും കണക്ക് തീർക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. ഈ ഭൂമിയിൽ വന്ന എല്ലാ അനീതിക്കും കണക്ക് തീർക്കുന്നത് പ്രിയപ്പെട്ടവരെ മരിച്ചതിന് ശേഷമാണ്. അതിനാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഒരു വൃദ്ധ മാതാവ്, അവൾക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതെന്താണ്, ഒരു ടൗണിന് അവൾക്ക് പിതൃസ്വത്തായിട്ട് കിട്ടിയാണ്. അവൾ വിധവയാണ്, വൃദ്ധയാണ്, അവളുടെ ഭർത്താവില്ല, അവൾക്ക് മക്കളുമില്ല. പക്ഷേ ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് അവൻ ഗുണ്ടായിസം കളിച്ചിട്ട് അവളുടെ 5 സെന്റ് സ്ഥലം, അത് കണ്ണായ സ്ഥലമാണ്, നല്ല വില കിട്ടും, അതിനകത്തെ ഉപജീവനം കൊണ്ടാണ് അവൾ കഴിഞ്ഞിരുന്നത്. ഇത് അവന്റെ പേര് കൂട്ടി കൊടുക്കുവാൻ അനേക ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു. ഈ സാധുവായിരിക്കുന്ന സ്ത്രീ അനേക വാതുകൾ മുട്ടി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ വസ്തുവക തിരിച്ചെടുക്കാന്. എന്നാൽ എന്താണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിടിപാട് കൊണ്ടും മറ്റു വിധമായിരിക്കുന്ന സമ്പത്തും ചൊരിഞ്ഞുകൊണ്ട് അവൾക്കത് തിരിച്ചു കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനും മെനക്കെട്ടില്ല. അവസാന സ്ത്രീ നിസ്സഹായാവസ്ഥയിൽ മരിക്കാൻ കിടക്കുകയാണ്. ആ മരിക്കാൻ കിടക്കുമ്പോൾ അവളെ വഞ്ചിച്ച ആ ചെറുപ്പക്കാരനായിരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ അവൾ വിളിച്ചിട്ട് പറഞ്ഞോടാ, ഞാൻ മരിക്കാൻ പോകുക, എനിക്ക് നീതി കിട്ടിയില്ല, ഭൂമിയിൽ എനിക്ക് നീതി കിട്ടിയില്ല, പക്ഷെ നീ ഒന്ന് ഓർത്തോണം, ഇതെല്ലാം മുകളിൽ നിന്ന് ഒരുത്തൻ കാണുന്നുണ്ട്, ഇതെല്ലാം ഒരു ദൈവം തമ്പുരാൻ കാണുന്നുണ്ടടാ മോനെ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ മരിച്ചു. ഇയാളോ അഹങ്കാരത്തോടു കൂടി മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, അവര് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. ഞാൻ ഇന്ന് മരിക്കുകയാണ്, നാളെ നീ മരിക്കും. നീ മരണമില്ലാത്തവരൊന്നും അല്ലല്ലോ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ദൈവത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പിൽ എന്നോട് കാണിച്ച, വിധവയായിരിക്കുന്ന എന്നോട് കാണിച്ച ഈ അനീതിക്ക് നീ കണക്ക് തീർക്കുന്ന ആളിൽ നീ എന്ത് ചെയ്യും കുഞ്ഞെ? ഇതാണ് ആ വൃദ്ധ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നിങ്ങൾക്ക് നീതി കിട്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് നീതി ഒരു ദിവസം മരിച്ചതിന് ശേഷമുണ്ട്. നിങ്ങൾ വിചാരിക്കല്ല ഇതിപ്പോഴങ്ങ് തീരും, ക്ഷണം നേരം കൊണ്ട് തീരും, എന്നേക്കും ജീവിക്കുന്ന സ്വർഗീയ വാസത്തിനേക്ക് നിങ്ങളെ തയ്യാറാക്കിക്കൊള്ളുവിന്. എന്നാൽ ഇങ്ങനെ പാപം ചെയ്ത ഈ മനുഷ്യനും അവന്റെ ഭാര്യയിൽ നിന്നും ജനിച്ച നമ്മളെല്ലാവരും ദൈവമില്ലാത്തവണ്ണം എല്ലാവരും പല പല ജാതി മതസ്ഥരായിട്ട് പിരിഞ്ഞ് സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ച് നമുക്ക് ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റുമോ? ദൈവം നമ്മളെ ഇല്ലയോ സൃഷ്ടിച്ചത്? എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ഇരുണ്ട ഹൃദയത്തിൽ നിന്ന് സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഓരോ കുലങ്ങളും ഓരോ ഗോത്രങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ദൈവങ്ങളെ സൃഷ്ടിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ആരാധനാ ക്രമങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അവർ ദൈവമായിരുന്നില്ല, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല. എല്ലാവരും ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഓരോ മതങ്ങളും തമ്മിൽ കൊന്നൊടുക്കുമ്പോൾ എല്ലാവരും മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ, നോക്ക് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കണ്ണൂർ പോകുമ്പോൾ RSSകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഭയങ്കര വഴക്കാണ്. ഒരു സ്ഥലത്ത് ചെന്നാൽ RSS ഗ്രാമം, ഒരു സ്ഥലത്ത് ചെന്നാൽ കമ്മ്യൂണിസ്റ്റ് ഗ്രാമം. ഇവർ തമ്മിൽ മിണ്ടത്തില്ല. ആ ചേട്ടന്റെ മനിയനും 2 പാർട്ടിയാണെങ്കിൽ 2 പേരും തന്നെ കൊല്ലം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൊന്നോ കുഴപ്പമില്ല, പക്ഷെ ചത്തവനും കൊന്നവനും നാളെ ഒരു നരകത്തിലേക്കാണ് പോകുന്നത്. പാർട്ടിയുടെ കൊടി നോക്കി കൊന്നവനും ചത്തവനും നാളെ ഒരു നരകത്തിയിലേക്കാണ് എറിയപ്പെടുന്നത്. ഇവർക്ക് എത്ര പേർക്കറിയാം? സാത്താൻ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് തമ്മിൽ കൊല്ലുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇങ്ങനെ എല്ലാ മനുഷ്യരും പാപം ചെയ്ത് നശിച്ചു പോകുമ്പോൾ, ലോകാവസാനമാം വന്നെത്തിയിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം, ദൈവത്തിൽ നമ്മളുള്ള ഗിഫ്റ്റ്, സമ്മാനം സ്വർഗത്തിൽ നയിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ സ്വയമായിട്ട് ഏറ്റെടുത്ത് ദൈവകോടതിയുടെ മുമ്പിൽ നമുക്ക് പകരക്കാരനായിട്ട് മരിപ്പാനും ആ മരണം എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നവരെ സമ്പൂർണ്ണമായിട്ടും സ്വർഗത്തിലേക്ക് രക്ഷിപ്പാനും യേശുക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ ക്രിസ്തുവിനാലാണ് പ്രിയപ്പെട്ടവരെ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനാരോ അവനാണ് ദൈവം. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ
ക്രിസ്തു അതിനെ കീഴടക്കിയില്ല. അങ്ങനെ ഭൂമിയുടെ വെളിച്ചമായിരുന്ന ക്രിസ്തു, ഈ ഭൂമിയുടെ സൃഷ്ടാവായിരുന്ന ക്രിസ്തു, യേശു എന്ന ഒരു മനുഷ്യനായിട്ട്, പാപമില്ലാത്തവനായിട്ട്, പുരുഷ രക്തം കൂടാതെ ഭൂമിയിൽ ജനിച്ചവൻ, അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തുവെങ്കിലും അവന്റെ യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം ക്രൂസിൽ മരിക്കുക എന്നുള്ളതാണ്. എന്തിന്? നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ നരകവിധിയിലേക്ക് പോകും. എന്നാൽ മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ നരകത്തിൽ പോകുവാൻ പിതാവായി ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടും നമ്മളെ അവൻ അഗാധമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂസിന്മേലേക്ക് കയറുകയാണ്. കണ്ടോ, അവന്റെ ശരീരം ആ സകലം അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. ഓരോ അടിയും നിന്റെ പാപത്തിന്റെ ശിക്ഷയായിട്ട് നിന്റെ മേൽ വീണതാണ്. എന്നാൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ആ അടിക്കുന്ന ചാട്ടവാറിനും നിനക്കും മധ്യത്തിലേക്ക് പിടിച്ചു നിർത്തിയപ്പോൾ നിന്റെ മേൽ വീഴേണ്ട അടിയൊക്കെയും കർത്താവിന്റെ മേൽ വീണു. അവന്റെ മുഖത്ത് അവർ തുപ്പുകയാണ്. തുപ്പൽ നിനക്കുള്ളതാണ്, നീയാണ് പാപം ചെയ്തത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്റെ മുഖത്തേക്ക് അവർ കാർക്കിച്ചു തുപ്പുമ്പോൾ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നിനക്കും ആ കാർക്കിച്ചു തുപ്പുന്നവന്റെ മുമ്പിൽ ഇടയിലേക്ക് കയറ്റി നിർത്തി നിനക്ക് മധ്യസ്ഥനായിട്ട് അവനെ നിർത്തി. ആ യേശുക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപഭാരമായിരിക്കുന്ന മരക്കുരിശും ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നു പോവുകയും അവിടെ രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാണിമേൽ സകല മനുഷ്യരും കാണുക ആ ആകാശത്തിന് കീഴെ അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിന്നെ സ്നേഹിപ്പാൻ ഇതിനപ്പുറം ദൈവത്തിന്റെ ഏതെങ്കിലും ഇനി ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, തന്റെ ഏകജാതനായ പുത്രനെ തന്നെ നിനക്ക് വേണ്ടി യാഗം കഴിച്ചത് വഴി അവന് നിന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആകയാൽ യേശുക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുമ്പോൾ നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി തന്നു. നോക്ക്, നിന്റെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാനായിട്ട് നീ അല്പം പൈസ വെച്ചിരുന്നു. അതിനേക്കാളും അത്യാവശ്യമുള്ള ഒരു വ്യക്തി വന്നിട്ട് അവന്റെ വൈദ്യശാല അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, ചായ അമ്മാമേ എനിക്കൊരു 1000 രൂപ തരാമോ ചോദിച്ചാൽ നീ കൊടുത്തിട്ടില്ല. നീ പറയും ഉണ്ട്, പക്ഷെ ഇതെന്റെ കുഞ്ഞിന് ഇന്ന് ഫീസ് അടയ്ക്കാനാണെന്ന്. പക്ഷെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? തന്റെ ഏകജാതനായ പുത്രനെ, ദൈവത്തിന് ശത്രുവായിരിക്കുന്ന നിനക്ക് വേണ്ടി യാഗം കഴിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഈ സ്നേഹത്തിലേക്ക് ഒരുത്തൻ തന്നെത്താൻ താഴ്ത്തുമ്പോൾ മാത്രമേ നിനക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരാൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം. അവിടെ ഇങ്ങനെ പറയുന്നു, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിനക്ക് വേണ്ടി, നിന്റെ പേര് അന്നേ അവൻ അറിയായിരുന്നു. നിന്റെ ഓമന പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് നിനക്ക് പകരക്കാരനായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളെ സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. നമ്മളെ ചങ്ങലകളാൽ ബന്ധിച്ച് പാപത്തിൽ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞ സാത്താന്റെ അധികാരങ്ങളെ യേശുക്രിസ്തു തന്റെ ക്രൂശിലെ ആ മരണത്തിൽ ജയിച്ച് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെ താക്കോല് യേശുക്രിസ്തു തിരികെ വാങ്ങി. നിങ്ങൾ ആരെങ്കിലും കഠിനമായിരിക്കുന്ന രോഗത്തിൽ കിടക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടേണ്ട. വൈദ്യന്മാര് പറഞ്ഞു നിരിക്കേടാ, 4 വർഷം കൂടെ ഉള്ളൂ, 2 വർഷം കൂടെ ഉള്ളൂ, അല്ല 10 ദിവസം കൂടെ നീ ജീവിക്കത്തുള്ളൂ. എന്നാൽ മരണത്തിന്റെ അധികാരം യേശുക്രിസ്തുവിന്റെ കരങ്ങളിലാണ്, സാത്താന്റെ കരങ്ങളിൽ അവൻ തിരികെ എടുത്തതാണ്. ആകയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിളിച്ചപേക്ഷിക്കുക. അവന് നിന്റെ ആയുസ്സിന് ദൈർഘ്യം തരുവാൻ കഴിയും. അല്ല, വിധിയെ നീക്കി കളയുവാൻ അധികാരമുള്ളവൻ യേശുക്രിസ്തുവാണ്. അവൻ സർവാധിപതിയാണ്, സകലത്തിന് മേലെ വാഴുന്നവനാണ്. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞു. അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവനെ ജീവിപ്പിച്ചെഴുന്നേപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഉള്ളവനായിട്ട് ഇതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിൻ. അവൻ മാത്രമേ നിനക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ ഇനി മടങ്ങി വരുത്തുള്ളൂ. അവന്റെ മുമ്പിൽ മാത്രമേ നീ കണക്ക് തീർക്കേണ്ടതുമായിട്ടുള്ളൂ. മറ്റുള്ളത് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു അല്ലാതെ മറ്റെല്ലാം ഭൂമിയോടുകൂടെ നശിച്ചു പോകും. നാളെ ലോകാവസാനത്തെങ്കിൽ നിങ്ങളുടെ സകല ആരാധനാ വിഷയങ്ങളും ആ രൂപങ്ങളും ഈ ഭൂമിയോട് കൂടെ തീക്കായിട്ട് എരിഞ്ഞു പോകുമ്പോൾ നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു കരം സ്വർഗത്തിൽ നിറങ്ങി വരുന്ന യേശുക്രിസ്തു മാത്രമായതുകൊണ്ട് അവനിനി മരിപ്പാൻ കഴിയത്തില്ല. മരണത്തിന് ഇനി അവനെ പിടിച്ചു വെക്കാൻ സാധ്യവുമല്ലാത്തത് കൊണ്ടും അവൻ എല്ലാത്തിനും മേലും ജയമുള്ളവനായതുകൊണ്ട് സ്വർഗം വിട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ കരം നിന്നെ പിടിച്ചിട്ടല്ലാതെ നിനക്ക് സ്വസ്ഥതയിലേക്ക് വരുവാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് തീർന്ന് ഉന്നത ഭാവങ്ങളെ താഴ്ത്തിക്കൊള്ളുവിന്. ആകിയാൽ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ളവരോട് ദൈവം കൽപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിന്റെ പൊന്നും വെള്ളിയും ദൈവത്തിന് ആവശ്യമില്ല. എന്റെ പ്രിയപ്പെട്ട, ഇതെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ലേ, പിന്നെ നീ എന്നാണ് ഇവിടുന്ന് അവന് കൊടുക്കുന്നത്? പക്ഷെ അവൻ പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവൻ പറയുന്ന ഒറ്റ കാര്യം, മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന മാനസാന്തരപ്പെടണം. എന്താണെന്നറിയാമോ? ഇന്നേ വരെ നിനക്ക് രാജാജ്യത്തിന് രക്ഷിപ്പാൻ നിന്റെ പിതൃപാരമ്പര്യത്തിൽ കഴിഞ്ഞവോ ഇല്ല. ഇന്ന് നീ ഒരു വീട് വെക്കണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾ മരിക്കുന്നുവെങ്കിൽ രാഹുകാലം നോക്കാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വന്ന ഈ ആചാരങ്ങൾക്ക് രാഹുകാലത്തിന് നമ്മളെ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. വ്യർത്ഥം തള്ളിക്കളയണം. പ്രിയപ്പെട്ട ക്രിസ്തീയ മതവിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും അനുഷ്ഠിച്ചു വന്ന ഈ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പദയാത്രകൾക്കോ പ്രിയപ്പെട്ട നോയമ്പുകൾക്കോ പിന്നെന്താണ് തിരുനാളുകൾക്കോ പെരുന്നാളുകൾക്കോ ഒന്നും ഇന്നവരെ പാപി
പാപികൾ എന്നുള്ള അനുഭവത്തിൽ നിങ്ങളെ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ അതും തള്ളിക്കളയണം, പൗരോഹിത്യത്തെ തള്ളിക്കളയണം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് ഈ കഠിനമായിരിക്കുന്ന വേദകളേറ്റ് നിനക്ക് പകരക്കാരനായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് യോഗ്യൻ സ്വർഗത്തിൽ നിന്ന് വന്നവനേ ഉള്ളൂ, അത് യേശുക്രിസ്തു ആകുന്നു. അവനെ അല്ലാതെ മരിച്ചുപോയ മനുഷ്യരെയോ പുരോഹിതന്മാരെയോ മറ്റെന്തിനെയോ നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് ഇതിനെല്ലാം വിട്ട് യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അപ്പോൾ എന്താണ്? ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാകുന്നു. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ സ്നാനമേൽക്കണം. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കുന്നതിന് തുല്യമാണ് വിശ്വസിച്ചതിന് ശേഷം സ്നാനമേൽക്കുന്നത്. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ അതേ ആത്മാവിനെ നിനക്ക് തരാം. ഓർത്തു നോക്കിയേ, ആ ദൈവപുത്രനിൽ വസിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ദൈവം നിനക്ക് നൽകി തരാമെന്ന്. നീ ഇപ്പൊ ഇതേവരെ പാപിയായിരുന്നു, ഇന്നലെ നീ എഴുതാത്ത ചെയ്താണ്, പക്ഷെ ദൈവം അത് കണക്കെടുത്തില്ല കേട്ടോ. അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ടു ദൈവം. ഇതാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ അതിനെ കഴുകിക്കളയുന്ന ദൈവത്തിന്റെ സ്നേഹം. നിങ്ങളുടെ കൊച്ചുമോളെ അവൾ എന്താണ് കുളിപ്പിച്ച് നിർത്തിയതാണ്, പക്ഷെ അവൾ പെട്ടെന്ന് ചള്ളക്കകത്തേക്ക് ഇറങ്ങി തുള്ളിച്ചാടിയപ്പോൾ നിങ്ങൾ അവളെ തല്ലിക്കൊന്നില്ല. വീണ്ടും അവളെ എടുത്ത് കുളിപ്പിച്ച് അവളെ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്ന പോലെ നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്ന ഈ കർത്താവിനെ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ തള്ളിക്കളയല്ലേ പ്രിയപ്പെട്ടവരെ. കാരണം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമുണ്ട്. അങ്ങനെ സ്നാനമേൽക്കുന്നവര് ദൈവത്തിന് മുമ്പിൽ വിശുദ്ധന്മാരാണ്. പാപി എന്നുള്ള അനുഭവം മാറപ്പെട്ടു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇങ്ങനെയുള്ളവരെ ചേർത്തുവാനത്രേ യേശുക്രിസ്തു മടങ്ങി വരുന്നത്. ഇങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് വേണം കൂട്ടായ്മ ആചരിപ്പാന്. അങ്ങനെ നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട അവന് വേണ്ടി കഷ്ടം സഹിക്കുകയും അവന്റെ സാക്ഷിയായിട്ട് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ യേശുക്രിസ്തു മടങ്ങി വരും. അല്ല, അവന്റെ വരവ് അല്പം കൂടെ താമസിച്ചോട്ട് സാരമില്ല, ഞാൻ ഇന്നോ നാളെ മരിക്കുമല്ലോ. പക്ഷെ പ്രിയപ്പെട്ടത്, എന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ഒന്ന് മടങ്ങി വരികയോ ഞാനിന്ന് മരിക്കുകയോ ചെയ്താൽ അവൻ എന്റെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി അവൻ തേജസ്സും തിളക്കപരിതമായിരിക്കുന്ന ഒരു പുതിയ ശരീരം എന്നെ അണിയിച്ച് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. നിത്യാനന്ദം ഞങ്ങളുടെ തലമേലിരിക്കും. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ ചോദിപ്പാൻ തക്കവണ്ണം നിത്യ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇനി കണ്ണുനീരില്ല, ദുഃഖങ്ങളില്ല, നിലവിളിയില്ല, രോഗങ്ങളില്ല, ഭാരങ്ങളില്ല, പട്ടിണിയില്ല, പ്രിയപ്പെട്ടവരെ മതപരമായിരിക്കുന്ന കാര്യങ്ങളില്ല. എല്ലാവരും ദൈവത്തിന്റെ മക്കളും ദൈവം നമ്മുടെ പിതാവുമായിട്ട് സ്വർഗീയ ഭവനത്തിൽ നമ്മൾ എന്നേക്കും വാഴും. ഇനി അതിന് അവസാനമില്ല. ആവട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷ വേണമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പന്മാരും അമ്മമാരുമായിട്ടുള്ളവരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ സത്യദൈവത്തെ അന്വേഷിക്കണം. അത് കണ്ടെത്തുകയും ചെയ്ത് അവരെ നരകാക്കിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഈ ദൈവസ്നേഹത്തിലേക്ക്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.